അമ്മ മക്കൾക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഏത് ഷെഫായാലും ആരായാലും മറ്റൊരാൾക്ക് ഉണ്ടാക്കി കിട്ടില്ല. ഏതെങ്കിലും ഹോട്ടലിൽ ഒരു മൂലയിൽ പോയിരിക്കും, സപ്ലയർ പതുക്കെ വിളിക്കും, 2 പൊറോട്ട ഇച്ചിരി ചാറും തരുമെന്ന് ചോദിക്കും. അപ്പോൾ സപ്ലയർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്, കാരണം സ്ഥിരമായിട്ട് ചാറേ വാങ്ങിക്കും, ഒരു ദിവസം പോലും കറി വാങ്ങിക്കില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പണക്കാരൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്നിട്ട് സാറേന്ന് വിളിക്കുന്നു, ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, വാങ്ങിച്ച് കഴിക്കുന്നു, അവനാണ് ഏറ്റവും വലിയ. ഒന്ന് അഭിനയിച്ചിട്ടെങ്കിലും 4 ആൾ മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ളവർ എനിക്കുണ്ട്. നമ്മൾ പല സ്വപ്നം കാണുമല്ലോ, നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണും, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണും, ഒരേ സ്വപ്നത്തിൽ മാത്രം സംഭവിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഈ പ്രായത്തിൽ നടക്കുന്നുണ്ട്. ഒരു കണ്ണ് കാണില്ല, സംസാരശേഷി കുറവുണ്ട്, കേൾവി ശക്തിയുണ്ട്, എന്നാലും വൈഫിന് മറ്റേ സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല. ഇപ്പോൾ പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ ബെന്യാമ കഥ എഴുതി കൊടുത്തു. എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടാൻ ആരെങ്കിലും കഥ എഴുതി തരുമോ? അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചില്ലെങ്കിലും നമ്മളാക്കാൻ ഉഴപ്പന്മാർ 5 പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തനിയെ കയറിപ്പോയി. അങ്ങനെ 9 പേരെ കയറിപ്പോയി എന്നല്ലാതെ പഠിച്ചു ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ കൂടെ പോലെ ആടോ പശുവോ ഉണ്ടാവും. പോകുന്ന വഴിക്ക് കെട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഉച്ചക്ക് 1 മണിക്ക് വരുമ്പോൾ അതിനൊന്ന് മാറ്റി കെട്ടും. വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ അഴിച്ചു കൊണ്ടുവരും. പിന്നെ കപ്പ നടുക. ഞാൻ ഒരിക്കലും സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ ഒരു ഇല അടി വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്. സക്സസിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ അത്ര ഈസിയും ആവില്ല. ഓരോരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള കടമ്പകളായിരിക്കും കടക്കേണ്ടി വരുന്നുണ്ടാവുക. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അവർ തരണം ചെയ്യേണ്ടി വരും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും കൂടി ക്ലിയറാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 63 ബേക്കറികൾ, റെസ്റ്റോറൻറ്റ്സ് ഉള്ള 21ഓളം സിനിമകളിൽ അഭിനയിച്ച ശ്രീ റഫീഖ്. നമസ്കാരം. ഒന്നും കൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറയുവാണെങ്കിൽ, റോയൽ ബേക്കറിയുടെ ഓണർ എന്ന് പറയുമ്പോഴായിരിക്കും എറണാകുളംകാർക്കൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവുക, അല്ലേ? റഫീഖ് ഇക്ക ശരിക്കും ഇപ്പോൾ നമ്മുടെ ആലുവക്കാരനാണ് ഇന്നിപ്പോൾ. എന്നാൽ ഇക്കയുടെ തുടക്കം, ഇക്കയുടെ യാത്രകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എത്രയോ അങ്ങനെ നമ്മൾ പലരുടെയും യാത്രകൾ കേട്ടിട്ടുണ്ടല്ലേ. ഇക്കയുടെ ജേർണി അത്തരത്തിലുള്ള ഒന്നാണ്. ഒന്നുമില്ലായ്മയില്ല എന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ അങ്ങനെയാണേനും അവിടെ നിന്നും ഇക്ക ഇന്നിപ്പം നേടിയെടുത്ത ഈ 63 ബേക്കറികൾ, 21ഓളം സിനിമകൾ, അതിനിടയിലുള്ള കുറേ തമാശകൾ, വിഷമങ്ങൾ, എല്ലാം നമുക്കിന്ന് പറഞ്ഞു പോവാം. ഇക്ക തുടക്കം തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ബേക്കറിയുടെ കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് പോവാം. എൻ്റെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിലൊക്കെ ഒരുപാട് റോയൽ ബേക്കറി ഉണ്ട്. ഞങ്ങളുടെ എറണാകുളത്ത് എവിടെ നോക്കിയാലും എല്ലായിടത്തും റോയൽ ബേക്കറി, റോയൽ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം ഈ 63 ആണെന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ ഇവിടെ ഉള്ളതാണോ? എങ്ങനെയാണ് അതെല്ലാം? നിങ്ങൾ താമസിക്കുന്ന തൃപ്പൂണിത്തുറയുള്ള എൻ്റെ സുഹൃത്തിൻ്റെ മോഹനൻ ചേട്ടൻ്റെയാണ്. ഞങ്ങളൊരു നാട്ടുകാരാണ്. തലശ്ശേരിയിലെ ചൊക്ലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ളവരാണ്. ശരിക്കും ബേക്കറിക്കാർ കൂടുതലും ആവേശത്ത് വരുന്നവരാണ്. ചൊക്ലിയിലുള്ളവരാണ് ബെസ്റ്റ് ബേക്കറിയുടെ വിശ്വനാഥൻ ചേട്ടൻ, ഈ റോയലിലെ ഞങ്ങൾ, മറ്റേ തൃപ്പൂണിത്തുറ റോയലിലെ മോഹനൻ ചേട്ടൻ, ഇവരൊക്കെ തലശ്ശേരിയിലെ ചൊക്ലി എന്ന ഗ്രാമത്തിൽ ഉള്ള ആളുകളാണ്. അവരൊക്കെ ഇവിടെ എറണാകുളത്ത് വന്ന് സെറ്റിലായി, ഞങ്ങളൊക്കെ. പക്ഷേ എന്നിട്ട് ഒരേ പേരിൽ, അപ്പം റോയൽ എന്നുള്ള പേര് തന്നെ, അപ്പം എന്താ നിങ്ങൾ പേര് മാറ്റിയൊന്നും വെക്കാത്തത് എന്തുകൊണ്ടാ? റോയൽ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു പേരാണ്. ശരിക്കും ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ റോയൽ ഇടാതെ മറ്റെന്തെങ്കിലും പേര് ഇട്ടേനെ. റോയൽ എന്നുള്ള കോമൺ നെയിമാണ്, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും ഇടാം. പിന്നെ ആ ലോഗോമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ സൈഡിൽ ഇപ്പം ഞാൻ എൻ്റെ കടകൾ തൃപ്പൂണിത്തുറ സൈഡിൽ ഉണ്ടാവില്ല. എനിക്കുള്ള എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, മറ്റേ അടിമാലി, ആ സൈഡാണ്. മോഹൻ ചേട്ടൻ ഞാൻ ഒരേ പേരായത് കൊണ്ട് ഞങ്ങൾ 2 റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും നല്ല രീതിയിൽ തന്നെ വളരെ നല്ല സുഹൃത്ത് ബന്ധമാണ് ആണല്ലേ? കാരണം പിന്നെ എന്തുകൊണ്ട് ഈ ചൊക്ലി നാട്ടിലുള്ളവര് ഇത്രയും നല്ല ബേക്കറി ഭക്ഷണങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവർ, നിങ്ങൾ ആ നാട്ടിൽ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാ? അവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അല്ല, നിങ്ങള് ഞങ്ങളെന്ന് പറയുന്നത്
ഈ ചിലപ്പം ഈ നഴ്സുമാരൊക്കെ കോട്ടയത്തുള്ളവരാണ്. എന്ന് പറഞ്ഞ പോലെ ഈ തലശ്ശേരി ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഹോട്ടൽ മേഖലയിലായാലും ബേക്കറി മേഖലയിലായാലും ഫുഡ് ഉണ്ടാക്കുന്നത് അവരെല്ലാവർക്കും അവിടെ കൊടുക്കാൻ പറ്റുമോ? അത് ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും തലശ്ശേരിക്കാരുടെ ഒരു ബേക്കറിയോ റെസ്റ്റോറൻറ്റോ അവിടെ ഉണ്ടാവും. എല്ലായിടത്തും പോയാലേ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകും, അവിടെ ആൾക്കാരുണ്ട് സ്വന്തമായി ചെയ്യുന്നവർ. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് വന്നപ്പോൾ എറണാകുളത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ എനിക്കും എറണാകുളംകാരനാണ്, എറണാകുളം ജില്ലക്കാരനാണ്. എന്ത് പറയാനാണ് ഇഷ്ടം. കൂടുതൽ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. അവിടെ എനിക്ക് പുതിയ ജനറേഷനിൽ ആരും ഞങ്ങൾക്ക് അറിയില്ല. അത് മോഹൻ ചേട്ടനായാലും അങ്ങനെ തന്നെയാണ്, വിശ്വനാഥനായാലും വിഷ്ണു ചേട്ടനായാലും വിജീഷിനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ നാട്ടിലങ്ങ് വന്ന് സെറ്റായി, ഈ നാടാണ് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം നാട് പോലെ അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എറണാകുളത്തേക്കാണ് വന്നത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഓക്കെ, നമുക്ക് എനിക്ക് ഇക്കേനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും ഇക്കയുടെ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് പ്രത്യേകിച്ചും ഇക്കയുടെ ആ ഒരു സംസാര ശൈലിയും അതിൻ്റെയൊക്കെ കൂടെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കും അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഫാക്ടർ അവിടെ മുതൽ തന്നെ തുടങ്ങാൻ നിൽക്കുക, എന്നാലാണ് എല്ലാവർക്കും ഒന്നും മനസ്സിലാവുള്ളൂ. റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ചൊക്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ നിന്നും ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഇത്രയും വലിയ കോടീശ്വരനായത് എങ്ങനെ, എവിടെ നിന്ന്, ആ ഒരു യാത്ര? കോടീശ്വരനൊന്നും ആയിട്ടില്ല ആദ്യം പറയാം. ഞാനൊരു ബിസിനസ്സുകാരനായി മാറി. ചൊക്ലി ഞാൻ പഠിത്തത്തിനൊക്കെ വളരെ മോശമായിരുന്നു. മോശം എന്ന് മാത്രമല്ല, പഠിച്ചിട്ടില്ല എന്ന് വേണ്ടി പറയാം. 10ാം ക്ലാസ് പരാജയപ്പെട്ടു. 10ാം ക്ലാസ് പരാജയപ്പെട്ട് നിങ്ങൾ ചോദിക്കപ്പോൾ 9ാം ക്ലാസ് വരെ വിജയിച്ചില്ലെന്ന്. അത് ചാക്കീരി അഹമ്മദ് കുട്ടി ചെയ്തൊരു പണിയാണ്. അന്ന് 1970-80 കാലഘട്ടം. അന്ന് ചാക്കീരി പാസ് ഒരു പാസ് ഉണ്ട്. ചാക്കീരി പാസ് അന്ന് എന്ത് വിദ്യാഭ്യാസ വകുപ്പ് ചാക്കീരി അഹമ്മദ് കുട്ടിയായിരുന്നു. ആ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇതാണ് 10% ആളുകളെ മാത്രമേ തോൽപ്പിക്കാൻ പാടുള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പോൾ 50 കുട്ടികളുടെ ഒരു ക്ലാസ് ആണെങ്കിൽ 5 പേരെ മാത്രമേ സെയിം ക്ലാസ് ഇരുത്താൻ പാടുള്ളൂ. ബാക്കി 45 പേരെയും കയറ്റി വിടണം. അപ്പൊ നമ്മൾ എങ്ങനെ പഠിച്ചില്ലെങ്കിലും നമ്മളാക്കാൻ ഉഴപ്പന്മാർ 5 പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തനിയെ കയറിപ്പോ. അങ്ങനെ 9 പേരെ കയറിപ്പോയി എന്നല്ലാതെ പഠിച്ചു ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം മുതലേ എങ്ങനെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഭിനയിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ മുതലേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മറ്റേ കൂടെ പോലെ ആടോ പശുവോ ഉണ്ടാവും. പോകുന്ന വഴിക്ക് കെട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഉച്ചക്ക് 1 മണിക്ക് വരുമ്പോൾ അതിനൊന്ന് മാറ്റി കെട്ടും. വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ അഴിച്ചു കൊണ്ടുവരും. പിന്നെ കപ്പ നടുക. അങ്ങനത്തിനോടാ കൂടുതൽ താല്പര്യം. ഇപ്പൊ ആ സാറുമാര് പഠിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, ഒരു കടയിൽ പോയിട്ട് തൊട്ടി എന്ന് ഞങ്ങൾ നാട്ടിൽ പറയാം, തൊട്ടിയും കാറും വാങ്ങിക്കുക, അതിന്റെ പിടിയിൽ കാറ് കിട്ടുക, കിണറ്റിലേക്ക് ഇടുക, വെള്ളം കിട്ടുന്നത്. ഏതാണ്ട് H2O 2H2O 2 ഹൈഡ്രജൻ ഓക്സിജൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചോദിക്കുന്നത് വെള്ളം ഉണ്ടാകുന്ന ഇങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം ചിന്താഗതിയാണ് എനിക്ക് പണ്ട് മുതലേ പഠിക്കുമ്പോൾ എനിക്ക് തോന്നും, ഈ മുഗളന്മാരുടെ ഭരണപരിഷ്കാരവും അക്ബറിന്റെ മതവും ടിപ്പുവിന്റെ പടയോട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു വെണ്ടയുടെ വിത്ത് നട്ടാൽ എത്ര മാസം കൊണ്ട് വെണ്ടയ്ക്ക പറിക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത പല കാര്യമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ശരിയാണെന്ന് പറയില്ല. അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത പാടത്ത് പണിയെടുക്കുന്ന, പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ വയലെന്നാ പറയുക, വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ ഒരു ഇല അടി വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം അത്തരം ചിന്താഗതിയില്ല. പഠിക്കണം താല്പര്യമില്ല, അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രീതി അങ്ങനെയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും കൃഷിയോടും ഇതിനോടൊക്കെ താല്പര്യം തോന്നാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരുന്നു ഇക്കയുടെ ജനനമൊക്കെ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമായിരുന്നു. ഫാദറിന് ആലുവയിലൊരു കച്ചവടം ഉണ്ടായിരുന്നു. അതിന് വലിയൊരു ബിസിനസ് ഒന്നുമല്ല, അതിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ 5 മക്കളെയും വളർത്താൻ പാടുപെടുന്ന ഉമ്മ. അവരെ കണ്ട് ഒരു പശുവിനെ വളർത്തിയിട്ടാണ്, പശുവിനെയും കൂടെ വളർത്തുന്നുണ്ട് ഉമ്മ. കാരണം വാപ്പ കൊടുക്കുന്ന പൈസനാക്കാണ് എക്സ്ട്രാ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഇതാണ്. അതിൽ 1 ഗ്ലാസ് പാല് വീട്ടിലേക്ക് മാറ്റി വെച്ച് ബാക്കി പാല് വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനി പൈസ തികഞ്ഞില്ലെങ്കിൽ ആ ഗ്ലാസും കൂടെ വെക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മയുടെ 5 മക്കളിൽ
എത്രാമത്തെ ആളാ? ഞാൻ മൂന്നാമത്തെ സെൻട്രാണ്. എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനുജനുണ്ട്, അനിയത്തിയുണ്ട്. നമ്മുടെ നടുക്കാണ്. ഓക്കെ. അപ്പൊ നടുവിൽ നിന്നവൻ ഇങ്ങനെ കേമനാവുമെന്ന് ഉമ്മയൊന്നും ഇത്രയ്ക്കും കേമനാവുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ അത്രമാത്രം ക്യാമറൊന്നും ആയിട്ടില്ല. വളരെ സന്തോഷം. ഇല്ല, ഞാൻ ശരിക്കും ആ 5 മക്കളിൽ ഒരു വിവരം കുറഞ്ഞവനാണ്, പഠിക്കാത്തവൻ, അറിവില്ലാത്തവൻ. അങ്ങനെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളതും. അത് അവിടെയും സമൂഹത്തിലൊക്കെ വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. 10 വരെ അങ്ങോട്ട് പോകട്ടെ, 10 വരെ പോകുന്നത് തന്നെ പറയാം, ഈ ചാക്കിരി പാസ് കൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് ഒക്കെ പോയിക്കോട്ടെ. ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കും. ജ്യേഷ്ഠൻ അന്ന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ. അപ്പൊ എനിക്ക് 100 വയസ്സ് കിട്ടിയിട്ടില്ല, 210 പാസ് മാർക്ക്, 100 കിട്ടിയിട്ടില്ല. പുള്ളി 520 ഡിസ്റ്റിങ്ഷൻ. അങ്ങനെയൊക്കെ മാർക്കുമായിട്ടൊക്കെ പാസ്സായ ആളാണ്. അപ്പൊ അദ്ദേഹം പഠിക്കട്ടെ, ഞാൻ ജോലിക്ക് പോവാം. അങ്ങനെയാണ് ആലുവയിലെന്ന് പാപ്പാക്ക് കച്ചവടമുണ്ട്. ആ ചെറിയ കച്ചവടത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഒരു 15 വയസ്സ്. ഓക്കെ, 15 വയസ്സ്. അതായത് 10ാം ക്ലാസ് തോറ്റോ ഇല്ലയോ നോക്കിയൊന്നുമില്ല. 10ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് 4 മണി ട്രെയിനിൽ അങ്ങോട്ട് പോകും. 3:30 മണിക്ക് നേരത്തെ തന്നെ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ കടമ നിർവഹിക്കാൻ വേണ്ടി പോകുന്നതാണ്. 4 മണി വരെ പരീക്ഷ. ഞാൻ 3:30 തന്നെ കഴിഞ്ഞ് വേറെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പം മനസ്സിൽ ഉള്ളില് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൊത്തം വെണ്ടയ്ക്കയും പടവലങ്ങയും വെള്ളരിക്കയുമാണ് മനസ്സിൽ. അപ്പം അന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുമ്പോൾ മുമ്പിൽ കണ്ടിരുന്നത് എന്തായിരുന്നു? എൻ്റെ തിരിച്ചുള്ള വരവിൽ ഞാൻ നാളെ എറണാകുളം, കൊച്ചി, ആലുവയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ട് വരാം. അന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ അന്ന് അവിടുന്ന് വണ്ടി കയറിയത്? വാപ്പാടെ സഹായിക്കാനാണ് വരുന്നത്. അത്ര വലിയ വിവരവും കാര്യമില്ല. എന്നാൽ പൈസ ഉണ്ടാക്കണം. പിന്നെ അന്ന് ഷൂട്ട് ഒരു കലയോട് സ്നേഹം, അഭിനയിക്കാൻ. അഭിനയം അറിയുകയും ചെയ്യില്ലെങ്കിലും അഭിനയിക്കണം. എന്തായാലും ഒരു ബുദ്ധി എനിക്കുണ്ട്. കാരണം 10ാം ക്ലാസ് നിർത്തിയിട്ട് വരുന്ന എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ ആയിട്ട് അറിയപ്പെടാൻ പറ്റില്ല. ഒന്ന് അഭിനയിച്ചിട്ടെങ്കിലും 4 ആൾ മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം. ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ളവർ എനിക്കുണ്ട്. അതിനിപ്പോൾ ഏക വഴി അഭിനയം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നൊക്കെ ഷൂട്ട് നടക്കുക അധികം ആലുവ ഭാഗത്താണ് ഷൂട്ട് നടക്കുക. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട എന്റെ മനസ്സിലുള്ളിലുണ്ട്. വണ്ടി കയറിയപ്പോ അച്ഛനെ സഹായിക്കാനെന്നുള്ളത് അവിടെ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സിനിമാമോഹമാണ്. അന്ന് ഈ ഓഡീഷൻ ഒന്നും ഇല്ലല്ലോ. സെറ്റിൽ പോവും, ചാൻസ് ചോദിക്കും, അവര് പറഞ്ഞു വിടും, തിരിച്ചു പോരും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പിന്നെ ആ ചിന്തയൊക്കെ അങ്ങോട്ട് പോയി, പ്രാരാബ്ധമായി. ജീവിക്കാൻ ബുദ്ധിമുട്ട്, വളരെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഈ ഏതെങ്കിലും ഒരു മുറിയിലൊക്കെ ചോദിച്ച് താമസിക്കും. ആകെ കൂടി 19 പേര് താമസിക്കുന്ന മുറികളിൽ 2 ബാത്റൂമേ ഉണ്ടാവും. അന്നേരേക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കാലത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു ക്യൂ ഒരു 10-15 കിട്ടണം. ചിലപ്പോൾ അതിനേക്കാളും പുറകിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ സിനിമാ മോഹമൊക്കെ വിട്ടു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയാണ്. അന്നേരം നമ്മളൊന്നും ചിന്തിക്കണ്ടല്ലോ. നമുക്ക് നേരത്തിന് വീട്ടിൽ പോകുമ്പോൾ കുറച്ചാണെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ചിന്തകളൊക്കെ, ഇവിടുന്ന ചിന്തകളൊക്കെ പോയി. ജീവിതം കഷ്ടപ്പാടും ദുരിതമായി, വേണ്ടായിരുന്നു, പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയ ഒരുപാട് സമയങ്ങളുണ്ട്. പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ 10ാം ക്ലാസ് എത്തിയിട്ട് ഇവിടുന്ന് കടക്കണം എന്നുള്ള ഇതാണ്. പിന്നെ ഇവിടെ എത്തിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തപ്പോൾ പഠിക്കായിരുന്നു. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ പഠിക്കുന്ന കാണുമ്പോഴും അങ്ങനെ ഒരുപാട് മോഹങ്ങളും ഈ പ്രണയവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാലത്ത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 15 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ 35-40 വയസ്സുള്ളവരാണ്. ഈ ഹോട്ടൽ ജോലിക്കാർ, അങ്ങനെ പലയിടത്തും ജോലി ചെയ്യുന്ന ആൾ. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ആ പ്രായത്തിലുള്ള. ഇന്ന് തിരിച്ചാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കളൊക്കെ 24-25 വയസ്സുള്ളവരാണ്. ഞാൻ യങ്ങാകാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ യങ്സ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ എല്ലാം. എൻ്റെ ജിമ്മിലായാലും എവിടെയായാലും ചെറുപ്പക്കാർ കല്യാണം. ഇപ്പം ഞാൻ അധികം കല്യാണങ്ങൾക്ക് പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. ആ വൈബിലേക്ക് ഞാൻ പോയി. പണ്ട് നേടിയെടുക്കാൻ പറ്റാത്തൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചും കൊതിച്ചും വെച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ലൈഫിലൂടെ നേടാനായിട്ട് നോക്കുന്നത്. ഉണ്ട്. അന്ന് ഒരിക്കലും നടക്കില്ല എന്നും സ്വപ്നം പോലെ കണ്ടിരുന്നത്. നമ്മൾ പല സ്വപ്നം കാണുമല്ലോ. നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണും, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണും. ഒരേ സ്വപ്നത്തിൽ മാത്രം സംഭവിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഈ പ്രായത്തിൽ നടക്കുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പറയാമോ? എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സിനിമയിലേക്ക് കയറാൻ പറ്റിയ ആൾ അറിയപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു നല്ലൊരു ബിസിനസ് കയറാൻ പറ്റി. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് ഇപ്പോൾ വലിയ ബിസിനസ്സുകാരെ യൂസഫ് അലി അങ്ങനത്തെ ആളുകളൊന്നും അറിയില്ല. എൻ്റെ
മുൻപിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത്, ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളാണ്. ഏതാണ്ട് 15 വയസ്സിന് ആലുവയിലേക്ക് വന്നപ്പം ഹോട്ടലിന് സാധാരണ ഏറ്റവും ലോക്കൽ ഹോട്ടലുകൾ. പക്ഷേ ഏതാണ്ട് എൻ്റെ വൈഫിനെ കൊണ്ടുവന്നത് എൻ്റെ 45-ാമത്തെ വയസ്സിലാണ്. ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയിട്ട് വൈഫൊക്കെ വിടുന്നത്. ആ 30 വർഷവും 3 നേരവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ സമ്പത്തൊന്നും വന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു മൂലയിൽ പോയിരിക്കും, സപ്ലയർ പതുക്കെ വിളിക്കും, 2 പൊറോട്ട ഇത്തിരി ചാറും തരുമെന്ന് ചോദിക്കും. അപ്പം സപ്ലയർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്, കാരണം സ്ഥിരമായിട്ട് ചാറേ വാങ്ങിക്കും, ഒരു ദിവസം പോലും കറി വാങ്ങിക്കില്ല. അപ്പം അന്നത്തെ എൻ്റെ ആഗ്രഹം, അന്നത്തെ ഇവിടുത്തെ യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നിട്ട് 2 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും, 2 പൊറോട്ടയും ഒരു റോസ്, അങ്ങനെ ഓർഡർ ചെയ്യുന്ന അന്തസ്സായിട്ട്. അപ്പം അദ്ദേഹത്തേക്ക് മറ്റേ വെയിറ്റേഴ്സ് പോയിട്ട് സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ വിളിച്ചാലും വരില്ല, കാരണം അവർക്കറിയാം ഈ 2 പൊറോട്ട ഇത്തിരി ചാറും ചോദിക്കുന്ന ടീമാണെന്നുള്ള കാര്യം. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലൊരാൾ ജീവിതത്തിലാവണം. അതായത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു സപ്ലൈയിലോട്ട് എന്താ സാർ വേണ്ടതെന്ന് ചോദിക്കുക, എന്നിട്ട് ഞാൻ 2 പൊറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ഒരു ബിരിയാണി എന്നൊക്കെ പറയുക. അങ്ങനെ ജീവിതത്തിൽ ഒരാളാവണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ ആളിന്ന് 10-12 ഹോട്ടലും 19 ബേക്കറി നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ 63 ബേക്കറിയും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെ അത്രയും ഇന്നിപ്പോൾ സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയൊരു വലിയ വളർച്ച എന്ന് പറയാൻ പറ്റില്ല. 35 വർഷത്തെ ജേണിയാണ്. അതെ, 35 വർഷങ്ങളിൽ ഇതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പയ്യൻ നേടിയെടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ തൻ്റെ മുമ്പിൽ കണ്ടിരുന്ന ഒരു യൂസഫ് അലീനെ ഇങ്ങനെയുള്ള ഒരാളെയാണ് അത് കണ്ടത് അല്ലേ? അങ്ങനെ ഓക്കെ, ആ യൂസഫ് അലിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അത്രയും വലിയ അന്ന് ചിലപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്തൻഡാറ്റ മറ്റേ ബിർളയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അറിയാനുള്ള കഴിവില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന, എനിക്ക് അത്രയും വിവരമേ ഉള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന പണക്കാരെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്നിട്ട് സാറേ വിളിക്കുന്നു, ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, വാങ്ങിച്ച് കഴിക്കുന്നു, അവനാണ് ഏറ്റവും വലിയവൻ. അപ്പോൾ അങ്ങനെയുള്ള അത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടപ്പം അവരിലേക്ക് എത്താൻ, അല്ല അവരെ പോലെ ആവാനുള്ള വഴിക്ക് എന്നുള്ള രീതിയിലാണോ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യണത്? ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തത് വാപ്പാക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നല്ലോ, അത് ഒരു കേസിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. പിന്നെ ജോലി ഇല്ലാതായി. അവിടെ നിന്നാണ് ഒരു എന്തെങ്കിലും ഇപ്പം മറ്റൊന്നും എനിക്ക് പറ്റില്ല, കാരണം വിദ്യാഭ്യാസം ഇല്ല. എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാലും ഒരു ഹോട്ടലിലെ ക്ലീനിങ് പോയി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയാണ്, അതിന് മുകളിൽ ജോലി കിട്ടാനുള്ള കാര്യപ്രാപ്തിയോ വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ ഗൾഫിലേക്ക് പോകാൻ അതിന് മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സാവണ്ടേ. ഇപ്പം എൻ്റെ അനുജനൊക്കെ ആ സമയത്ത് ബോംബെയിലേക്ക് പോയി ഫുട്പാത്ത് കച്ചവടത്തിന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഉമ്മ തന്ന കുറച്ച് സ്വർണം കൊണ്ടാണ് ചെറിയൊരു കട തുടങ്ങുന്നതും ഒരു ബേക്കറി അല്ല, ആ ബേക്കറി അല്ല തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ച കച്ചവടം സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഈ വളയും മാലയൊക്കെ വെക്കുന്ന കടയാണ്. എനിക്കതേ അറിയൂ. അങ്ങനെ ഞാനൊരു കട എടുത്തപ്പോൾ അത് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ അതിനോട് അതും ഫ്ലോപ്പായപ്പോൾ അവിടെ ഒരു മുമ്പൊരു ബേക്കറി ആയിരുന്നത് കൊണ്ടാണ് ഇത് ഫ്ലോപ്പായി പോയത്. അപ്പോൾ ആ ബേക്കറി ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നതാണ്. അപ്പം അങ്ങനെ ബേക്കറിയിലേക്ക് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞാണ്, നിനക്ക് അറിയാവുന്ന കച്ചവടം അല്ല വേണ്ടത്, എന്താണോ ജനം ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ ഇന്നും തുടർന്നു പോകുന്നത് തന്നെയാണ്. അങ്ങനെയാണ് ആക്സിഡന്റലി ബേക്കറിയിലേക്ക് വന്നതാണ്. ഞാൻ ഒരു ബേക്കറിക്കാരനൊന്നും അല്ല, ബേക്കറി പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു ചായക്കപ്പുറം ഉണ്ടാക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ശരിക്കും എല്ലാത്തിനെയും കുറ്റം പറയാൻ ജോലിക്കാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അറിയാം, അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഇപ്പം റോയൽ ബേക്കറി, റോയൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് കോർട്ട് എന്ന് പറയുന്നിടത്ത് നല്ല നല്ല ബിരിയാണി കിട്ടും, നല്ല പൊറോട്ട കിട്ടും, നല്ല ബീഫ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ്, എല്ലാവരും പറയുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കും ഭക്ഷണം അതിന് മുമ്പേ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കഴിച്ചിരുന്നതെല്ലാം ഹോട്ടലിൽ നിന്നാണ്, പക്ഷേ വളരെ ചെറിയ ഹോട്ടലിൽ നിന്നും ഈ പൊറോട്ടയും ചാറും. ശരിക്കും മനസ്സ് അറിഞ്ഞ് ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത ഈ ബേക്കറിയിൽ നിന്ന് തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ഫുഡുകളെ കഴിക്കുന്നുണ്ട്. എൻ്റെ പല ഷെഫുമാരും പല വെറൈറ്റി ഉണ്ടാക്കിയിട്ടും എനിക്കൊണ്ട് സാർ ഒന്ന് കഴിച്ചു നോക്കൂ, അന്നത്തെ സ്ഥിതിയിൽ മാറിയിട്ട് സാർ കഴിച്ചു നോക്കൂ, ടേസ്റ്റ് നോക്കൂ. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ടേസ്റ്റ് തോന്നിയത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കണം. ഭക്ഷണത്തിന്റെ വില അറിഞ്ഞ് കഴിക്കുക. ഭക്ഷണത്തിന്റെ വില ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പുണ്ടാവും. ദരിദ്ര കുടുംബത്തിലല്ല, ഇപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ 3 നേരത്തെ ഭക്ഷണം കഴിച്ചു പോകാം, അങ്ങനെയുള്ള കുടുംബത്തിൽ എണ്ണിച്ച ആളാണ്. അന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പം എത്ര വലിയ ഭക്ഷണത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ വളരെ ലുബ്ധിച്ചൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഉമ്മ ചിലപ്പോൾ വൈകിട്ട് 2 രൂപ എന്നിട്ട് പറയും, മാർക്കറ്റിൽ പോയിട്ട്
ചരു എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചരു എന്ന് പറഞ്ഞാൽ അന്ന് ചൊക്ലിയിൽ ചരു എന്നാണ് പറയുക. ഈ വലയെന്നൊക്കെ പോകുന്ന ചെറിയ ചെറിയ മീനുകളുടെ അത് പാവപ്പെട്ടവൻ്റെ തട്ട് നമ്മുടെ തട്ടുണ്ട് അവിടെ. വലിയ വലിയ മീനുകളൊക്കെ വേറെ വെക്കുന്നുണ്ടാവും. പാവപ്പെട്ടവന് 50 പൈസ 1 രൂപയ്ക്ക് ഇങ്ങനെ ഓരോ കൂട്ടി കൂട്ടി വെക്കുന്ന തട്ടുണ്ട്. അത് ചെറിയ പൊടിച്ചെമ്മീൻ, പൊടി നങ്ക് അതുപോലുള്ള സാധനങ്ങൾ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങിച്ചോ 1 രൂപയ്ക്ക് പച്ചക്കറി മാച്ച് വിടും. അപ്പോൾ ഞാനത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ചെല്ലുമ്പോഴുണ്ടാവും. അപ്പോൾ 1 രൂപക്ക് ആ സാധനം വാങ്ങിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉമ്മ മുളകിട്ടൊരു കറി വെക്കും. ഓഫ്, അത് ഉമ്മ വളരെ ലാവിഷായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ശരിക്ക് 3 ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ 1-2 ഇൻഗ്രീഡിയൻസ് ഇടും. അതിനൊക്കെ വളരെ പിശുക്കി എടുക്കും. കാരണം ഇത് വാപ്പ അടുത്തവണ വരുന്നവർ നിൽക്കണം. ഇല്ല, അടുത്ത വാങ്ങിക്കാനുള്ള പൈസ ഉമ്മയുടെ കയ്യിലില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് അങ്ങോട്ട് ഇടും, വീണ്ടും ചട്ടിയിലേക്ക് ഇടുമ്പോൾ പിന്നെയും കുറച്ച് ബാക്കിയാക്കി നിങ്ങളിലേക്ക് ഇടും. അത്രയും പിശുക്കിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ കറി വെച്ച് ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു തരും. അതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റൊന്നും ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും പറയാം, വളരെ തിലകം പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൽ മുഹബത്ത് ഉണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറയാം, ഇന്ന് ഞാൻ മാർക്കറ്റിലല്ല, ഫിഷ് വില AC ഷോപ്പൊക്കെയാണ് ഫിഷിന്. ഞാൻ ഓരോ തവണയും ഫിഷ് മാർക്കറ്റിൽ പോയാൽ നെയ്മീനോ അങ്ങനെ വലിയ 2000-3000 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിക്കുക. അത് വാങ്ങിച്ച് വൈഫിൻ്റെ കൈ കൊടുത്താൽ വൈഫ് നേരെ വേലക്കാരി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ചെന്ന് പറയും. അത് വേലക്കാരിയാണ് ഉണ്ടാക്കുന്നത്. അവരവരെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന. മറ്റത് ഉമ്മ തൻ്റെ സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ മുഹബത്ത് എന്ന് പറയുന്ന സാധനം അതിലുണ്ടാവില്ല, ഇതിലേ ഉണ്ടാവും. ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുണ്ടല്ലോ, ആ ടേസ്റ്റ് ഒന്നും ഒരിക്കലും ഇതിന് കിട്ടുന്നില്ല. ഇപ്പം കോസ്റ്റ്ലിയാ ഭക്ഷണം, പക്ഷെ ആ ടേസ്റ്റ് കിട്ടില്ല. ഒരു ഇൻഗ്രീഡിയൻസ് മുഹബത്ത് ഉണ്ട്. ഒരു അമ്മ മക്കൾക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഏത് ഷെഫായാലും ആരായാലും മറ്റൊരാൾക്ക് ഉണ്ടാക്കി കിട്ടില്ല. ശരിയാണ്, അത് അമ്മയുടെ സ്നേഹം, അതാണ് ആ ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഒരു രുചി. ആ സ്നേഹം എന്ന് മാത്രമല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ വളരെ പിശുക്കി ജീവിക്കുന്ന കുടുംബമൊക്കെയാണല്ലോ. ഇപ്പൊ ചാള എന്നൊക്കെ ആഴ്ചക്ക് ഒരു ദിവസമാണ് മീൻ വാങ്ങിക്കുക. മീൻ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഈ മീനൊക്കെ. ചിലപ്പോൾ 1/4 കിലോ മട്ടൻ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കുന്നത്. അപ്പം മീൻ വാങ്ങിക്കുമ്പോൾ 5 എണ്ണമാണ് വാങ്ങിക്കുക. 5 ചാള വീട്ടിൽ വന്നിട്ടാണ് മീൻകാരൻ വരിക. അപ്പോൾ 5 എണ്ണം മതി. അപ്പോൾ 5 മക്കൾക്ക് 5 എണ്ണം. ഒരു അയില വാങ്ങിക്കാണ് 5ആയി കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ അത്രയും ഇതായി ലുബ്ധിച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉമ്മ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടാവുന്നു. അതൊരു ഇപ്പോഴും ആരെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാക്കിയിട്ട് 5 പീസായിട്ട് വാങ്ങിക്കുന്നത് അതിന് വേണ്ടിയാണ്. പലപ്പോഴും ചില കുട്ടികൾക്ക് സുഖമില്ലാണ്. ഇപ്പം അനിയന് സുഖമില്ല. അപ്പോൾ ഞാൻ ചെന്ന് പറയും, അവന് വേണ്ട, അതും കൂടി എനിക്ക് തന്നേക്കുന്നു. അപ്പം പെങ്ങൾ സമ്മതിക്കില്ല. കഴിഞ്ഞ തവണ എനിക്ക് സുഖമില്ലാത്തപ്പോൾ നിങ്ങൾക്കാണ് തന്ന്, അവിടെ ഇത്തവണ എനിക്ക് തരണം. അങ്ങനെയൊക്കെ വാശി എടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഉമ്മ പറഞ്ഞിട്ടില്ല, അവർക്ക് സുഖമില്ലെങ്കിൽ ഞാനില്ലേ, എനിക്ക് വേണമല്ലോ, അങ്ങനെ പറയില്ല. അത് ഒരമ്മക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ. തീർച്ചയായിട്ടും അതാണ് അമ്മ. പക്ഷേ ആ അമ്മയുടെ സ്നേഹം മക്കളായി നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് നമ്മൾ ഇതുപോലെ വലിയതാവുമ്പോഴാണ്, അല്ലേ? ഇപ്പോഴാണ്. എൻ്റെ ഉമ്മാനെ കൊണ്ട് മാത്രമല്ല, ലോകത്തെല്ലാം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. എല്ലാ അമ്മമാരും അവരുണ്ടില്ലേലും അവർ മക്കളെ കൂട്ടാനല്ലേ നോക്കാറ്. തീർച്ചയായിട്ടും തന്നെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ജീവിയുണ്ട്, അത് അമ്മ മാത്രമാണ്. ശരിക്കും അച്ഛനും അമ്മയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തോന്നുന്ന ഒരു കരുതലും സ്നേഹവും അത് വേറെ തന്നെയാണ്, അല്ലേ? ഇന്നിപ്പോ ആ അമ്മ ഇക്കയുടെ കൂടെയാണോ? എൻ്റെ ഞങ്ങളുടെ നാട്ടിലെ സിസ്റ്റം മകളുടെ കൂടെ അമ്മ ഉണ്ട്. പക്ഷെ മിക്കവാറും ദിവസം ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. എൻ്റെ പെങ്ങളുടെ കൂടെ തന്നെയുള്ളത്. ഓക്കെ. അപ്പോൾ അന്ന് ആലുവയിൽ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞിട്ട് ഒരു പെട്ടിപ്പീടിക അല്ലെങ്കിൽ ഒരു ബേക്കറി ചെറുതായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും തുടങ്ങി. അന്ന് അതിനിട്ടിരുന്ന പേര് തന്നെയായിരുന്നു റോയൽ ബേക്കറി എന്നുള്ളത്? അല്ല, അന്ന് ഞാൻ പറയില്ല, ഞാൻ ഈ ബേക്കറിയിലല്ലോ സ്റ്റാർട്ട് ചെയ്ത്. ഫാൻസി പാലസ് പറഞ്ഞിട്ട് ഒരു അല്ല, ഞാൻ തുടങ്ങിയതും അത് തന്നെയാണല്ലോ. വളയമാലയും വെക്കുന്ന കടയാണല്ലോ. അതിന്റെ പേര് ഫാൻസി പാലസ് ആയിരുന്നു. പിന്നെ പതിയെ കൺവെർട്ട് ചെയ്ത് ബേക്കറിയായി മാറിയത്. ബേക്കറിയായി മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ബേക്കറിക്ക് ഈ പേര് ചേരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് റോയൽ സ്വീറ്റ്സ് എന്നുള്ള പേര്. അതെ ഞാൻ ചോദിച്ചേ, ബേക്കറിയിലേക്ക് വന്നപ്പോഴേ ഇട്ട പേര് റോയൽ എന്നുള്ളതായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് ചേർന്നില്ല. ഫാൻസി പാലസും വിൽക്കുന്ന കംപ്ലീറ്റ് ബേക്കറി സാധനമാണ്. അത് ചേരായിക വന്നപ്പോഴാണ് അനുജനും കൂടെ വന്നു. അപ്പോൾ അനുജനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ റോയൽ. പുള്ളി BCom ആണ്, എന്നെക്കാളും വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അനുജനാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഉപദേശമൊക്കെ സ്വീകരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത്.
അപ്പം നമ്മൾ എന്ത് പേരിടണം, എങ്ങനെ ഒക്കെ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഞാൻ പണ്ടേ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് പിന്നെ റോയൽ സ്വീറ്റ്സ് നമുക്ക് പേരിടാം, അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ബേക്കറിയും കൂടെ തുടങ്ങണം, അങ്ങനെയാക്കണം, നമുക്കിത് ഉണ്ടാക്കുന്ന കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പുള്ളിയുടെയും കൂടെ ഒരു ആഗ്രഹമാണ്. അത് വെച്ചാണ് പോയത്. ഓക്കെ. അപ്പം അങ്ങനെ പയ്യെ 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 പോകെ പോകെ ഇക്കയും ബിസിനസ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിച്ചു. ആ സമയത്താണ് ഇക്ക മുന്നേ പറഞ്ഞ പോലെ പ്രാരാബ്ധം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു മനസ്സിലുണ്ടായിരുന്ന കുറേ അഭിനയമോഹങ്ങളും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പോയി. പിന്നെ പ്രാക്ടിക്കലായി ലൈഫ് അല്ലേ. പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫിലും ബിസി ആയിട്ടും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തുമൊക്കെ ഇക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കാരണം ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വേറെയൊക്കെയോ ഓരോരുത്തരും ഓരോരോ ലെവലിലേക്ക് എത്തി, അല്ലെങ്കിൽ അവരെ പോലെ കോളേജിൽ പോവുക, കോളേജ് ലൈഫ് നമ്മൾ സിനിമകളിലൂടെ കാണുന്നത് എന്ത് രസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് ഇക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. അതൊക്കെ അപ്പം മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ വലിയ വിഷമമുണ്ടായി. കാരണം ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലേക്കുള്ള ക്യൂല് ഒരു 10ാം സ്ഥാനം കിട്ടണമെന്നാണ് രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. 6 മാസം കൂടി ബാറ്റ ഷോറൂമില്ലേ, ബാറ്റ ഷോറൂമിൽ വലിയ പെട്ടിയുടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കിട്ടും. ഒരു 6 മാസം കൂടുമ്പോൾ ആ പെട്ടി മാറ്റും. അപ്പോൾ ആ സെയിൽസ്മാനോട് പറഞ്ഞു നോക്കും, നല്ലൊരു പെട്ടി ഉണ്ടെങ്കിൽ ചേട്ടാ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ പോലെ അന്ന് 6 മാസം കൂടുമ്പോൾ മാറ്റുന്നൊരു സാധനം കിടക്കാനുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ്. അതാണ് സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ നാട്ടിൽ ഒരു 5-6 മാസം കഴിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുമല്ലോ. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു കലുങ്കുണ്ട് പിള്ളേരൊക്കെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരന്മാർ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാർ അന്ന് പെണ്ണൻ കോളേജിൽ ഇവിടെയൊക്കെ പഠിക്കുന്നത്, 2 ഗേൾഫ്രണ്ട് ഉണ്ട് എനിക്ക്, മറ്റവന് ഇതുണ്ട്, എന്ത് നല്ല രസമുള്ള പെൺകുട്ടികളാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അന്നേരൊക്കെയാണ് ഈ ജീവിതത്തിൻ്റെ വിലയും കാര്യങ്ങളും പ്രണയം എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ. പഠിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് അന്നേരം ഭയങ്കര ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഇവരൊക്കെ പഠിച്ച് വലിയ ആളാകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. പണ്ട് സാറുമാരൊക്കെ പറയാറുണ്ട്, ആ പഠിക്കാത്തതിൻ്റെ വില നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാൽ ആ വിലയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ്. അപ്പം എനിക്ക് ഒരു പെൺകുട്ടികളുള്ള കോളേജിലൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചു എന്നേ ഉള്ളൂ, കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. അതൊക്കെ വലിയ വിഷമമായിരുന്നു. അതൊക്കെ ഞാനിപ്പം പ്രതികാരമായിട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. പ്രണയം തന്നെ പറഞ്ഞു. അപ്പം ഈ ഞാൻ പറഞ്ഞില്ല, പണ്ട് എന്നോട് കലങ്കിലൊക്കെ പോയിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ പറയും, ഇത് എനിക്കൊരു കാമുകയുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഈ വർഷവും കൂടി അവളുള്ളൂ, അടുത്ത വർഷം ഞാൻ കോളേജിൽ മാറുമ്പോൾ ആളെ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ അവരെയൊക്കെ ഇടയ്ക്ക് വിളിക്കും. അപ്പം അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ പ്രായം അറിയാലോ. അപ്പം ഇപ്പം അവരൊക്കെ റിട്ടയർഡായി, കുറേ സ്കൂൾ മാഷൊക്കെ ആയിരുന്നു, പല ഓഫീസിലും റിട്ടയർഡായി, വീട്ടിൽ നടുവേദന, ഷുഗർ, അങ്ങനെ പലതും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, റഫീഖ് എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കൊടുക്കുക, 3 നായികമാരാണ്, 3 നായികമാർ. അപ്പോൾ അവർക്ക് ചെറുപ്പക്കാർ, പിന്നെ എല്ലാം 10-20 വയസ്സുള്ള നായികമാർ. അപ്പോൾ അതൊക്കെ ഒരു പ്രതികാരം. അതൊക്കെ ഞാനിങ്ങനെ ഇപ്പം അതൊക്കെ ആസ്വദിക്കുകയാണ്. അന്ന് ചെയ്ത് പോയ വിഷമമൊക്കെ ഇപ്പം ആസ്വദിച്ച് തീർക്കുകയാണ്. പക്ഷേ ഓക്കെ, അപ്പം അതൊക്കെ മനസ്സ് വിഷമിച്ചിരുന്നിടത്തു നിന്നും ഇക്ക പിന്നെയും ലൈഫിലേക്ക് മുന്നോട്ട് പോയി, പിന്നെയും ബിസിനസ്. പിന്നീട് എപ്പോഴാണ് ഈ ഒരു 21ഓളം സിനിമകളിൽ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് മിക്ക അഭിനയിച്ചു. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വെള്ളം എന്ന സിനിമ, ജയസൂര്യയുടെ ആ സിനിമയിലെ ഒരു കഥാപാത്രമാണ് എല്ലാവർക്കും ഇക്കയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഷോർട്ട് ഫിലിമൊന്നും അധികമൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അല്ല, ശരിക്കും 21 സിനിമകളിൽ മാത്രം അഭിനയിച്ചു. ഷോർട്ട് ഫിലിം കൂടാതെ 11 സിനിമയിലെ നായക കഥാപാത്രമാണ്. വെള്ളത്തിനേക്കാളും നന്നായിട്ട് അഭിനയിച്ച കുറേ സിനിമകളുണ്ട്. പക്ഷെ ആളുകൾ കണ്ടെങ്കിലല്ലേ അഭിനയം കാണാൻ പറ്റൂ. വെള്ളം എന്ന സിനിമ ജയസൂര്യാണ്, പരിയേഴ്സൺ എന്ന സംവിധായകൻ്റെയാണ്. അതുകൊണ്ട് അത് കുറേ പേര് കണ്ടുകൊണ്ട് റഫീഖ് എന്ന നടനെ അറിയാം വെള്ളത്തിലാണ്. അതിനേക്കാളും നന്നായി അഭിനയിച്ച ഞാൻ തന്നെ കഥയും തിരക്കഥയും എഴുതിയ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരാഴ്ച തികച്ച് തിയേറ്ററിൽ ഓടിയാലല്ലേ ജനം എന്നെ അറിയൂ. ഞാൻ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത് ഞാൻ സ്വന്തമായി കഥയും തിരക്കഥയും എഴുതി ഞാൻ 3 വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമക്കാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ സിനിമയും ജനങ്ങൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ 21 സിനിമയിലും 12 സിനിമയിലും നായകനായിട്ട് അഭിനയിച്ച ഒരാളാണെന്ന് എനിക്ക് പറയാമെന്നല്ലാതെ ജനത്തിനറിയില്ല. ആകെ ജനത്തിന് ഇപ്പോൾ അറിയുന്ന വെള്ളം, അതാണ് കുറച്ച് നന്നായിട്ട് ഓടിയത്. ഇക്ക ഇത് ചിരിച്ചു പറയുന്നുണ്ട്, പക്ഷെ ആ ചിരിയുടെ പിന്നിലൊരു വേദനയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം ഇതൊക്കെ ഇക്ക ഇഷ്ടം കൊണ്ടല്ല, ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഇതിനകത്തേക്ക് അഭിനയിക്കാനായിട്ട് വരുന്നത്.
അപ്പോൾ എന്തുകൊണ്ട് എന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കൂടുതലായിട്ടും പറ്റാതെ പോയത്, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാൻ ജോർജൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞ് നടന്ന് വീട് പോലും നോക്കാതെ. ഞാൻ എപ്പോഴും കുടുംബത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്പായപ്പോൾ ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്കെപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ എൻ്റെ ഫാമിലിയെ ഞാൻ വെക്കും. അപ്പോൾ ഇപ്പോഴും ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഇത് ഒഴിവാക്കിയിട്ട് സിനിമയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ചില ചെറിയ ചെറിയ സിനിമകളിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കും. അങ്ങനെ എൻ്റെ അഭിനയമോഹം ഞാൻ തൃപ്തനാക്കി, ഞാൻ തന്നെ തൃപ്തിപ്പെടുകയാണ്. മറ്റൊരിതിലേക്ക് പോകാണെങ്കിൽ അതിന് സമയം ചെലവഴിക്കണം. അപ്പോൾ എൻ്റെ ബിസിനസ് അപ്പം അതിപ്പം അനുജൻ്റെ മക്കളൊക്കെ ബിസിനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പ്രായം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ സജീവമാകണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പ്രയോറിറ്റി എപ്പോഴും ഫാമിലിയും ബിസിനസ്സിനും. അത് കളഞ്ഞിട്ട് അത് 10-30 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പം അത് നശിപ്പിച്ചുകൊണ്ട് വേണം. അത് അന്നും തീരുമാനിച്ചതാണ്. അന്നും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ബിസിനസ് തുടങ്ങാതെ സിനിമയുടെ പുറകെ നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് വേണ്ട, കുടുംബത്തിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുമെങ്കിൽ മതിയെന്ന് വെച്ചാണ്. നമ്മുടെ ഇപ്പോൾ മലയാള സിനിമ, ഇപ്പം എന്നല്ല കുറച്ച് നാളുകൾ എപ്പോഴാണെങ്കിലും മലയാള സിനിമാ മോഹം ഇതുപോലുള്ള പലരുമുണ്ട്. അവരൊക്കെ കുറേ പ്രവാസികളുമുണ്ട്. അവർക്കൊക്കെ സിനിമ എന്നുള്ളത്, സിനിമയുടെ ഭാഗമാവുക എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടുന്ന് അവർ ഇത്രയും വർഷം ജോലി ചെയ്ത പൈസയും കൊണ്ട് അവരിവിടെ വന്നിട്ട് സിനിമ നിർമ്മിക്കും, പ്രൊഡ്യൂസ് ചെയ്യുമ്പം അപ്പം എന്താ, നമ്മുടെ തന്നെ സിനിമയല്ലേ, നമുക്കപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഈസിയാണ് കുറച്ചും കൂടെ. വേറൊരാളുടെ അടുത്ത് പോയി ചാൻസ് ചോദിച്ച് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഇവർക്കൊക്കെ പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊരു സ്പേസ് കിട്ടും. അപ്പോൾ ഇക്ക അങ്ങനെ ഒരു തോട്ട് ഒരിക്കലും, കാരണം ഇക്കയ്ക്ക് ഇപ്പോൾ ബിസിനസ്സിലൂടെ ഇത്രയും പൈസ ഓൾറെഡി ഉണ്ട്, ഇങ്ങനെ കാശ് ജനറേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പൈസ വെച്ചൊരു സിനിമ നിർമ്മിക്കാനോ അതിലൂടെ തൻ്റെ പ്രസൻസ് കുറച്ചും കൂടെ എവിഡൻ്റ് ആക്കാനോ അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ലേ? സിനിമ നിർമ്മിക്കാൻ ഒരു കൈവിട്ട കളിക്ക് ഞാൻ പോയിട്ടില്ല. ഷോർട്ട് ഫിലിമുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. സിനിമ നിർമ്മിക്കുക എന്നുള്ളത് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നതാണ്. അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ കൈ പൊള്ളാതെ എന്നുള്ളതായിരുന്നു ഒരിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണോ അപ്പം ഇക്കയുടെ മിക്കതും നോക്കിക്കഴിഞ്ഞാൽ സിനിമകളെല്ലാം തന്നെ കഥ, തിരക്കഥ, സംവിധാനവും ഇക്ക അഭിനയിച്ചിരിക്കുന്ന എല്ലാത്തിലും ഞാൻ കണ്ടിരിക്കുന്നത് ഷോർട്ട് ഫിലിം എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സ്വന്തം ഈ കഥയിലും സ്വന്തം തിരക്കഥയിലും അങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടോ? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ ബെന്യാമ കഥ എഴുതി കൊടുത്തു. എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടാൻ ആരെങ്കിലും കഥ എഴുതി തരുമോ? ഇല്ല. അപ്പൊ എനിക്ക് നല്ലൊരു കഥാപാത്രം അഭിനയിക്കണം, അപ്പൊ ഞാൻ തന്നെ എഴുതണം. ഞാൻ എഴുത്തുകാരനൊന്നുമല്ല, എഴുത്തുകാരനായിപ്പോയതാണ്. അപ്പോൾ നല്ലൊരു കഥാപാത്രം, ഇപ്പോൾ ഗണ്ടശ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ അതിൽ 3 വേഷത്തിൽ അഭിനയിക്കുന്ന ആളാണ്. 3 വ്യത്യസ്തമായ വേഷം. 3 വ്യത്യസ്തമായ വേഷത്തിൽ എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. എവിടെയെങ്കിലും വല്ല അവാർഡ് ശ്രദ്ധിക്കപ്പെടും. ക്രിറ്റിക്സ് അവാർഡെങ്കിലും കിട്ടി, അതിന് മേലെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കഥ എനിക്കാരും എഴുതി തരും. അപ്പോൾ ഞാൻ എഴുതും, അതിന് തിരക്കഥയും ഞാൻ തന്നെ എഴുതും. വേറെ പ്രൊഡക്ഷൻ സെഞ്ചുറി ഫിലിംസ് പറഞ്ഞിട്ട് സെഞ്ചുറി ആയിരുന്നു അതിന് പ്രൊഡക്റ്റ് ചെയ്ത്. പക്ഷേ അതിൽ 3 റോളിൽ ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് പറഞ്ഞു, നല്ലൊരു കഥ എൻ്റെ കയ്യിലുണ്ട്, എന്നെ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്, അഭിനയവും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അതെ, കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം 4 ഏരിയയിലെ പൈസയാണ് സേവ് ചെയ്യണത്. അഭിനയിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് ചാൻസ് വാങ്ങിച്ചാണ് അതിൽ. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ട്രാക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ബിസിനസ്സിലേക്ക് തന്നെ പോയി നിന്നിട്ട് ഈ അഭിനയമോഹം ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നല്ലോ, പ്രാരാബ്ദങ്ങൾ കൂടിയപ്പോൾ. പിന്നെ ബിസിനസ് എത്രത്തോളം ഡെവലപ്പ് ആയപ്പോഴാണ് ഓക്കെ ഇനിയൊന്ന് സെറ്റിലായി, കുടുംബവുമായി എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതായി, ഇനി എനിക്ക് വീണ്ടും എൻ്റെ സിനിമാ മോഹത്തിലേക്ക് വരാം എന്നുള്ളൊരു തോന്നൽ അത് ഏകദേശം എപ്പോഴായിരിക്കും? സിനിമാ മോഹം ഉപേക്ഷിച്ചത് വീട്ടിൽ നിന്ന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അവർക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും താല്പര്യമില്ല. ഇപ്പം എൻ്റെ സിനിമയെക്കുറിച്ചൊന്നും എൻ്റെ വീട്ടുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചെന്നോ ഇതൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടാലേ മനസ്സിലാവും ഇവൻ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാറില്ല. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാം 999 എന്ന് പറഞ്ഞ സിനിമയിലാണ്, സോഹൻ റോയുടെ ഒരു ഇംഗ്ലീഷ് മൂവി ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്, ആലപ്പുഴയിലേക്ക് പോകുന്നത്.
അപ്പോൾ ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിലേക്ക് പോയിട്ടുണ്ട്, അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമാ മോഹം പണ്ടേ ഉണ്ടെന്ന് ഉമ്മാക്ക് അറിയാം. ഇവൻ ചാടിക്കളയും. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു മകനാണ്. കാരണം മദ്യപിക്കില്ല, അങ്ങനെ വേറെ ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. സിനിമാ മോഹമുണ്ട്. സിനിമയിലേക്ക് പോയാൽ ഇവൻ ചീത്തയായി പോകും. അപ്പൊ ചീത്തയായി പോകുന്നുള്ള അതിയായ ആഗ്രഹം ഉമ്മാക്കുള്ളതുകൊണ്ട് ഉമ്മ അപ്പൊ തന്നെ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇത് ടെൻഷൻ എടുപ്പിക്കും. അതിയായ ആഗ്രഹമല്ല, ഉമ്മയ്ക്ക് അതിയായ ഒരു വേവലാതി ഉള്ളതുകൊണ്ട് ഉമ്മാനോട് അയൽവാസികളൊക്കെ പറഞ്ഞു റഫീഖ് സിനിമയിലേക്ക് പോയോ, കഴിഞ്ഞു, തീർന്നു. ആ ഇതിലേക്ക് പോയി. ഇനി നല്ലൊരു മോനായിരുന്നു, അത് പോയി. അപ്പൊ ഏതൊരു ഉമ്മാക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാന് ആലപ്പുഴ ഷൂട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്തൊക്കെ ഇടയ്ക്ക് പെങ്ങൾ വിളിക്കുന്നത് ഉമ്മ ഹോസ്പിറ്റലായിരുന്നു, പ്രഷർ കൂടിയിട്ട്. മോൻ എവിടെയെന്ന് അറിയാത്ത ടെൻഷൻ എന്തായി ആ പ്രഷർ. അപ്പൊ അത് മകനോടുള്ള സ്നേഹം കൊണ്ടുള്ള ആദിയാണ്. കാരണം മകൻ സിനിമയിൽ കയറി വലിയ ആളായി പോയിരുന്നല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഡാം ട്രിപ്പിൾ കഴിഞ്ഞപ്പം വീണ്ടും നിർത്തി പടം. ഉമ്മയ്ക്ക് വേണ്ടി അവിടെ നിർത്തി. പിന്നെ ഇപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതായി. അപ്പൊ അങ്ങനെ ആയ പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ അനുജന്റെ മക്കളൊക്കെ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറായി. ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് വെള്ളത്തിൽ വീണ്ടും ഒരു ഓഡീഷന് പോയത്. വെള്ളത്തിന്റെ ഓഡീഷൻ ഇവിടെ എറണാകുളത്ത് നടക്കുമ്പോൾ ആ ഓഡീഷനിൽ പോയി ക്യൂ നിന്നു, അഭിനയിച്ച് കാണിച്ചു കൊടുത്തു, അവരെടുത്തു, പോയി അഭിനയിച്ചു. അപ്പൊ ഇപ്പൊ അങ്ങനെ കാണുന്ന കേൾക്കുന്ന ഓഡീഷനൊക്കെ ഇപ്പൊ പോവാറുണ്ടോ? ഓഡീഷനൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും അതിന് വലിയ നാണക്കേടത്തില്ല. ഇല്ല, എപ്പോഴും പോകാറില്ല. പലപ്പോഴും ഇപ്പൊ അടുത്തൊരു ഓഡീഷന് പോയിരുന്നു. അടുത്തൊരു ഓഡീഷന് പോയിട്ട് എല്ലാം ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പേര് നമ്പറൊക്കെ എഴുതി വാങ്ങിച്ചു. താടിയും മുടിയൊന്നും വടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. 3 മാസം താടിയും മുടിയൊക്കെ നീട്ടി കാത്തു വന്നു. അവര് വിളിച്ചില്ല. അപ്പൊ ഇപ്പോഴും ചാൻസ് ചോദിച്ച് ഇപ്പം കുറച്ചും കൂടെ കണക്ഷൻസ് ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവണം ലൈഫില്. അപ്പൊ ആ കണക്ഷൻ വെച്ച് തന്നെ പലരുടെയും എടുത്തു പോയിട്ട് ചാൻസിനും ഒക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. എനിക്ക് നല്ല സിനിമകളിൽ ഒരു ചാൻസ് കിട്ടണമെന്നല്ല, നായകനായിട്ടൊന്നും അഭിനയിക്കണ്ട, നല്ല സംവിധാനത്തിന്റെ കീഴിൽ നല്ല ഇതിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന് ഇപ്പോഴും പലപ്പോഴും ചോദിക്കുന്നുണ്ട്. അത് കിട്ടണമെന്ന് ആഗ്രഹം. ഈ ആരുടെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളതും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ എപ്പോഴും എഴുതുമ്പോഴൊക്കെ ഇമോഷണലാണ് ഞാൻ കൂടുതൽ എഴുതുക. ഈ അടിച്ചുപൊളിയേക്കാൾ കൂടുതൽ ഇമോഷണൽ സിനിമകളാണ്. അതും എന്ത് ഇമോഷനാണ് കൂടുതലും പറയുന്നത്? ഫാമിലി സബ്ജക്റ്റ് ആണെങ്കിലോ സിനിമകളെല്ലാം കാണാറുണ്ട്. അത്യാവശ്യമേ കാണാറുള്ളൂ. പിന്നെ ഉള്ള എല്ലാ സിനിമക്കും തിയേറ്ററിൽ പോയിട്ടാണ് സമയം ഇപ്പം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് പിന്നെ TV-യിലും അതൊക്കെ ഉള്ള സിനിമകളൊക്കെ കാണാറുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ചാൻസും ചോദിക്കാൻ പോകും, സിനിമകൾ കാണുകയും ചെയ്യും, സിനിമയുടെ ഭാഗമായിട്ടിരിക്കാൻ എങ്ങനെയും നോക്കാറുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ കൂടെ ബിസിനസ് കൈവിട്ട് കളഞ്ഞിട്ടോ ആ ഒരു പരിപാടിക്കും ഇല്ല. പക്ഷെ അപ്പോൾ ഉമ്മ ഒരു ഏജിൽ ഉമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രായമുണ്ട് അല്ലേ? ആ സമയത്ത് ഉമ്മ അന്വേഷിക്കാറില്ല. അതെ, ഇപ്പൊ പ്രായം മാറിയല്ലോ. ഉമ്മക്കറിയാലോ, അവൻ 63 വയസ്സായി. നല്ലതും ചീത്തയൊക്കെ തിരിച്ചു അവൻ അറിഞ്ഞോളൂ. പക്ഷെ ഒരാളും കണ്ട പറയില്ല. എത്ര പറഞ്ഞാലും മിക്കക്ക് 63 വയസ്സാന്ന് നെറ്റിയിൽ എഴുതി വെച്ചാൽ പോലും ഒരാളും സമ്മതിച്ചു തരൂല കണ്ടാൽ 63 വയസ്സ്. എല്ലാവരും ഇതിനാ പറയുന്നത്. എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറയാ ഞങ്ങളെ മമ്മൂട്ടി എന്നാ പറയാ. പിന്നെ അല്ലാതെ എല്ലാരും തീർച്ചയായും ഞാൻ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ആഗ്രഹം സാധിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, യൂത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പിള്ളേർ സെറ്റായിട്ടുള്ള കമ്പനി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാഴ്ചയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആര് ചോദിച്ചാലും ഒരു 40-45 വയസ്സിലൊക്കെ പറയുന്ന വണ്ണം നിൽക്കാനായിട്ട് നിൽക്കുന്നു. ഓക്കെ. അപ്പൊ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും വൈഫാണെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ സിനിമാ മോഹം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിടാനായിട്ട് സമ്മതിച്ചിരുന്നോ? കല്യാണം കഴിച്ച വൈഫ് തന്നെ. വൈഫിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. വൈഫ് കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാത്ത അവൻ്റെ അമ്മാവൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെടാറില്ല. ഒരു കണ്ണ് കാണില്ല, സംസാരശേഷി കുറവുണ്ട്, കേൾവി ശക്തിയുണ്ട്. എന്നാലും വൈഫിന് മറ്റേ സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല. കണ്ണും കാണില്ല, ഒരു കണ്ണ് കാണില്ല, ചെവി കേൾവിക്കുറവ്, സംസാരിക്കാൻ ഇപ്പം സംസാരിക്കും. ഇപ്പം സംസാരിക്കുന്നത് മുഴുവനായിട്ടും ഇല്ല, ഒരു പകുതി, ഒരു 70% എന്നൊക്കെ പറയാം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തീരെ സംസാരിക്കില്ലായിരുന്നു. അപ്പം അങ്ങനൊരു ആളെ കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ അത് അമ്മാവൻ്റെ മകളായതുകൊണ്ടാണോ? അമ്മാവൻ്റെ മകളായതുകൊണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ എന്നെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തണ്ട. ആ ഒരു സമയത്ത് ഞാൻ വിവാഹ മാർക്കറ്റിൽ വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു.
ഒരു 10ാം ക്ലാസ് തോറ്റ, ഒരു കഴിവും ഇല്ലാത്ത, ശരിക്കും വലിയൊരു ബുദ്ധിയൊന്നും ഇല്ലാത്ത, 10ാം ക്ലാസ് തോറ്റാലും ഒരു ബുദ്ധി, ഒരു വിവരവും കഴിവൊക്കെ ഉണ്ട്. ആ വിവരവും കഴിവൊന്നും ഇല്ലാത്ത, ഞാൻ എന്നെ പറ്റി പറയാം, അവൻ 2-3 കല്യാണാലോചനകൾ എന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാദറും ഒക്കെ ഒരുവിധം നല്ല കുട്ടികളൊക്കെ ആലോചിച്ച് ചെല്ലുമ്പോൾ റഫീഖിനാണോ, ഞങ്ങൾ കുറച്ചുകൂടെ ഒരു ഗൾഫുകാരനൊക്കെയാണ് ആലോചിക്കുന്നത്. എനിക്ക് ഇത്തിരി സ്വർണം ഒക്കെ കൊടുക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ മകള് കുഴപ്പമില്ല, ഭംഗിയുള്ള കുട്ടിയാണ്, ഇപ്പൊ റഫീഖിനെ പോലത്തെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നുമാണ് ഇങ്ങനെ അമ്മാവന്റെ മകളാണെങ്കിലും അവിടെ അല്ല, അതുകൊണ്ടല്ലേ അവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇത്ര ബിസിനസ്സുകാരനും ഒക്കെ ആയ റഫീഖ് എന്തിനാണ് കല്യാണം കഴിച്ചാൽ? അന്ന് അത്രക്കുള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വലിയ ത്യാഗം ചെയ്തൊന്നുമല്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അതിനകത്ത് ഈ കഥകൾ ഏത് തന്നെയാണല്ലോ ആ ഷോർട്ട് ഫിലിമിലും കഥ എന്ന് പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ട ആളുകൾ, എൻ്റെ കുടുംബം, അപ്പം അത് ഇതിലെ പെടുത്തിയിട്ടില്ലെങ്കിലും എവിടെയെങ്കിലൊക്കെ എഴുതുമ്പോൾ വരും. ഇത് സ്വന്തം ജീവിതത്തിലെ കഥകൾ തന്നെയാണ് ആ ഷോർട്ട് ഫിലിമിലും വന്നിരിക്കുന്നത്. ഏകദേശമൊക്കെ ചില ടച്ചിങ്ങൾ വരുന്നതാണ്. ആ കഥയും എൻ്റെ ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ പ്രണയിക്കുന്ന ഒരു പ്രണയിലേക്ക് ഉണ്ട്. എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരാളോടുള്ള സീരിയസ് ആയ പ്രണയം അങ്ങനത്തെ ഉണ്ടായില്ല. വൺ വേ പ്രണയമൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇരുന്ന് എന്താ പറയാ, ആഗ്രഹിക്കുകയുള്ളൂ. കാണാൻ നല്ല കുട്ടിയെ, ഇപ്പൊ നിങ്ങളെ പോലത്തെ ഒരു സുന്ദരിയായ കുട്ടിയെ കാണുമ്പോൾ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, പ്രണയിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഞാൻ അവിടെ രാമവിലാസം ഹൈസ്കൂൾ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കൊന്ന് ആ സമയത്ത് അവിടെ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ ഉണ്ടായില്ല. 2 കിലോമീറ്റർ അപ്പുറത്ത് ഓറിയന്റൽ സ്കൂളുണ്ട്, അവിടെ സ്കൂളിൽ. അപ്പോൾ ശരിക്കും എൻ്റെ വീട് രാമവിലാസ് ഹൈസ്കൂളിൽ നിന്ന് ഒരു 100-300 മീറ്റർ നടന്നാണ് എൻ്റെ വീട്. പക്ഷെ കറങ്ങിയിട്ട് ആ സ്കൂളിലെ കുട്ടികൾ പോകുന്ന വഴി എനിക്ക് വരാം, 1 കിലോമീറ്റർ നടക്കുന്നതേ ഉള്ളൂ. പലപ്പോഴും ഞാൻ അതിൽ വരും, ആ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അത്തരം പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ലൈഫിൽ ഒരു പ്രണയം എന്ന് പറയാനും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ പ്രണയിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ആരോടെങ്കിലും പ്രണയം പറഞ്ഞിട്ട് ഒന്നുകിൽ അപ്പം തന്നെ അടി കിട്ടും, അല്ലെങ്കിൽ പിറ്റേന്ന് അമ്മാവന്മാർ വീട്ടിലേക്ക് വരും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു പ്രണയവും പറഞ്ഞിട്ടില്ല, പറയാനുള്ള യോഗ്യത എനിക്കുണ്ടായില്ല. ഓക്കെ. അപ്പോൾ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സിനിമ മോഹൻ എന്നൊക്കെ പറയുമ്പോഴും വൈഫ് സമ്മതിക്കുന്ന കുഴപ്പമൊന്നുമില്ല? വൈഫിന് ഇപ്പോഴും താല്പര്യമൊന്നുമില്ല. ഇല്ല, പക്ഷെ നിങ്ങള് മറ്റേ വീണ്ടും ഒരു പ്രണയം കണ്ടല്ലോ, അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു വൈഫിന് ഇഷ്ടപ്പെടില്ലല്ലോ. എന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ 58 വയസ്സായ ഒരു അമ്മൂമ്മയാണ്, ഒരു ഗ്രാൻഡ് മദറാണ്. 10 വയസ്സായ കൊച്ചിന്റെ ഗ്രാൻഡ് മദറാണല്ലോ. അപ്പൊ 10 വയസ്സായ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ ഇവിടെ ഇരിക്കുന്നത് 10 വയസ്സായ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്നത്. അപ്പൊ 10 വയസ്സായ കുട്ടിയുടെ ഗ്രാൻഡ് മദറാണ് എൻ്റെ അമ്മ. അപ്പൊ അവരിപ്പോ നോക്കുന്നത് അവരുടെ മകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങള്, അവരുടെ ഭക്ഷണവും കാര്യങ്ങളും അതൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു ഇതിലാണ് ഇപ്പൊ ഉള്ളത്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തിന്റെ കേട മനുഷ്യൻ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ടാവില്ലേ? അതൊക്കെ സ്ഥിരം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് മറുപടി ഒക്കെ കൊടുക്കാറുള്ളത്? എടി ഞാൻ ഈ പ്രായത്തിലെങ്കിലും അഭിനയിക്കട്ടെ, എങ്ങനെയാണോ? അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറെയൊക്കെ അഭിനയിക്കുന്നത് അവർക്ക് അറിയയില്ല. ഇങ്ങനെയൊക്കെ വല്ല ഇപ്പൊ ഈ പ്രണയം എത്തിയിട്ടില്ല, വീട്ടുകാർ കണ്ടിട്ടില്ല, ഞാനേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ എത്തുമ്പോൾ ഇതപ്പോ ചെയ്തു ഇതെന്ത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനും പാട്ടുപാടാനൊക്കെ ഒക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. പിന്നെ വീട്ടിൽ മൊത്തത്തിൽ താല്പര്യം ആർക്കും ഇല്ല. പിന്നെ മൗനമായി സമ്മതിക്കുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും മൗനമായി എതിർക്കുന്ന ആൾക്കാരുണ്ട്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആൾക്കാരുണ്ട്. അനുകൂലിക്കുന്നവരാരും വീട്ടിലില്ല. വീട്ടിലാരും അനുകൂലിച്ചില്ലേലും പ്രതികൂലിച്ചാലും ഞാൻ എന്റെ വഴിയെ ഞാൻ പോകും. അതാണ് ഇപ്പൊ ഇക്കടെ ഒരു രീതി. അത് അങ്ങനെ ആയിട്ടല്ല, പക്ഷെ തെറ്റായിട്ടല്ല, ഇഷ്ടം നമ്മുടെ ഒരു മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. ശ്രദ്ധിക്കാറുണ്ട്, ഞാനിപ്പോ നല്ല സിനിമകൾക്ക് പോകാതെ ഒരുപാട് ദൂരത്താണ് ലൊക്കേഷൻ വരുന്നപ്പോ ഞാൻ പോകാറില്ല. ഞാൻ എന്റെ ഈ ചുറ്റുവട്ടത്ത് അതുകൊണ്ട് ചെറിയ ചെറിയ സിനിമകളിൽ മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ രാത്രി വീട്ടിലെത്തും, അവർക്ക് സമാധാനം ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ഒരു അഭിനയമേ ഉള്ളൂ. ഇക്കൊരു മകളാണുള്ളത്, മകള് കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളൊക്കെ ആയി. അപ്പൊ മകൾക്ക് അച്ഛൻ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പറയണതന്നെ വീണ്ടും ഒരു പ്രണയത്തിലേക്ക് അച്ഛൻ പ്രണയിക്കുന്നു, അച്ഛന്റെ കല്യാണം മകൾ നടത്തിക്കൊടുക്കുന്ന പോലത്തെ ആ ഒരു ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ. മകള് എപ്പോഴും മൗനമായി ഇരിക്കുന്ന ആളാണ്, എന്തൊക്കെ ചെയ്യട്ടെ.
അതെ. പിന്നെ വലിയ തെറ്റുകളിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഓ പിന്നെ വൈഫ് എത്തിയാലും പോലെ ഇത് സുന്ദരികളായ പെൺകുട്ടികളോട് പാടി നടക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. അപ്പൊ അതിപ്പോ അവരെ കുറ്റം പറ്റ് കാര്യമില്ല. അല്ല പക്ഷെ എന്ത് ചെയ്യാമല്ലേ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇഷ്ടവുമായി പോയി. ഓക്കെ, അപ്പോൾ ലൈഫിനെ ഇനി ഇപ്പം മുന്നോട്ട് കാണുന്നത് എങ്ങനെയാണ്? ബിസിനസ്സും അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഇനി ശരിക്കും ജെനുവിനായിട്ട് ഇപ്പം നമ്മൾ തമാശ പോലെയും പല പല സിനിമകളിലൊക്കെ ഇതായി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇനി ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമാ മോഹം ഇത്ര അധികമുള്ള ഒരാൾ ശരിക്കും നമുക്ക് നല്ലൊരു കമേഴ്ഷ്യൽ മൂവിയുടെ അല്ലെ നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും ഇനി കാണാൻ സാധിക്കുമോ? ആഗ്രഹമുണ്ട്. എപ്പോഴാണ് നമ്മുടെ സമയം ശരിയാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ആഗ്രഹമാണ്. നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ പലയിടത്തും ബയോഡാറ്റയും എൻ്റെ അഭിനയിച്ച സിനിമയുടെ അയച്ചു കൊടുക്കാറുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 1-2 സിനിമകൾ റിലീസാവാൻ ബാക്കിയുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഇനി അറിയില്ല എവിടെയാണ് ക്ലിക്ക് ആവുക എന്നുള്ളത്. സിനിമ ഇത്ര അധികം ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഇക്കനെ നാട്ടുകാരും വീട്ടുകാരും സമൂഹവും എങ്ങനെ അറിയപ്പെടണം എന്നാണ് കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം? അതൊരു ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണല്ലോ. അപ്പം അങ്ങനെ അറിയപ്പെടുന്നതാണോ അതോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ളതാണോ ഇപ്പോഴത്തെ ആഗ്രഹം? എൻ്റെ വീട്ടുകാർക്ക് ഒരു ബിസിനസ്സായിട്ട് അറിയപ്പെടാനേ ആഗ്രഹമുള്ളൂ. എൻ്റെ ആഗ്രഹം എൻ്റെ അകം അറിയപ്പെടുക ബിസിനസ് ഇനിയിപ്പം മക്കൾ നടത്തട്ടെ. എനിക്കൊരു ആക്ടർ, ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആ രീതിയിലൊക്കെ ഒന്ന് അറിയപ്പെടണമെന്നാണ് ഇനി ആഗ്രഹം. അപ്പോൾ ഈ അഭിനയമോഹം ഉള്ളിലുണ്ടെങ്കിലും കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നന്നായി ചെയ്യുകയും ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വന്തം കഥയും തിരക്കഥയും സംവിധാനത്തിൽ വേറൊരു നമ്മുടെ ഇന്നിപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലുള്ള വേറൊരാളെ ആക്ടറിനെ വെച്ച് ചെയ്യാൻ വില്ലിങ് ആണോ? ഞാൻ അങ്ങനെ 1-2 കഥ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? പക്ഷെ എൻ്റെ കഥ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാവണ്ടേ? ഞാൻ എഴുതിയ കഥ, ഞാൻ പ്രവാസി എന്ന് പറഞ്ഞിട്ട് ഞാൻ 100ഓളം ചെറുകഥ എഴുതിയ ഒരാളാണ്. അതിൽ 2 ചെറുകഥ സമാഹാര പുസ്തകമായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിലെ കുറേ കഥകളൊക്കെ 2-3 കഥകൾ ഞാൻ തിരക്കഥ എഴുതി വെച്ച്. ഇപ്പോൾ പ്രവാസി എന്ന് പറയുന്ന ഒരു കഥ ഞാൻ 72 സീനൊക്കെ എഴുതി വെച്ചിരിപ്പുണ്ട്. എനിക്ക് ആരാണ് നിർമ്മാതാവ്, ഞാൻ അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിച്ചോളാം. ഞാൻ വേണ്ട ഒരു ആക്ടറെ വെച്ച് വെക്കുകയാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. എല്ലാവരും തയ്യാറായിട്ട് ഞാൻ 1-2 കഥ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, തിരക്കഥ എഴുതി വെച്ച് കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് കൂടുതൽ. ആക്റ്റീവായില്ലെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ അവിടെയും റഫീഖ് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ പേര്, അത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ഇതിനിടയിലും നിരന്തരം ട്രൈ ചെയ്തു എൻ്റെ കഥ കേൾക്കാൻ ആരാ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പലതവണയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോഴും പലപ്പോഴും പലയിടത്തു നിന്നും റിജക്ഷൻസ്, അല്ലെങ്കിൽ ഇക്കയുടെ കഥ കേൾക്കാൻ പോലും കൂട്ടയക്കുന്നില്ല, ഇക്കനെ മൈൻഡ് ചെയ്യാൻ പോലും ആൾക്കാരില്ല, അങ്ങനത്തെയൊക്കെ അവഗണനകൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാവണം. ഉണ്ട്. നമുക്കിപ്പോൾ വലിയ ആക്ടറെ അടുത്തൊന്നും കഥ പറയാൻ അവിടെ വേണ്ട എന്ന് പറയണമെങ്കിൽ അവിടെ വരെ എത്തണ്ടേ? അല്ല, എന്നാലും അതിന് മുന്നിലുള്ളവർ തന്നെ ഇക്കനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇത് എൻ്റെ ഒരാളുടെ മാത്രം അവസ്ഥയല്ല. മനസ്സിലായി. ഇപ്പം ഞാനിപ്പോൾ യുവാക്കൾ എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് നിർമ്മാതാവില്ല. അത് അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും പൈസ എടുത്തിട്ട് അഭിനയിക്കുക. അതിലൊരുപാട് നടന്മാരുണ്ട്. ഈ സിനിമ ആഗ്രഹിച്ച് എത്തിപ്പെടാൻ പറ്റാത്ത എനിക്കൊന്ന് 100 ചെറുകിട ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച് പൂർത്തിയാക്കിയ സിനിമയാണ് യുവാക്കൾ. അത് വരാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ആ സെറ്റിൽ പോയാൽ അറിയാം, ഈ സിനിമയെ പാഷനായിട്ട് സിനിമയോട് ആഗ്രഹിക്കുന്ന എവിടെയും എത്താത്ത ഒരുപാട്, അത് സംവിധായകരായാലോ റൈറ്ററായാലോ ആക്ടേഴ്സായാലോ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ അറിഞ്ഞവരെ മാത്രമേ കഥയെ കേൾക്കുന്നുള്ളൂ. ഒരുപാട് പേര് ജീവിതം നശിപ്പിച്ച ആൾക്കാരുണ്ട് സിനിമയ്ക്ക് പുറകെ. സിനിമാമോഹവുമായി ജീവിതം നശിപ്പിച്ചു. ഞാനന്ന് സിനിമാമോഹമായി നടന്നിട്ട് ജീവിതം നശിപ്പിക്കാൻ തയ്യാറായില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് പോയി. അപ്പോൾ അത് ഡെവലപ്പായില്ല എന്നേ ഉള്ളൂ. എനിക്കാവാൻ പറ്റുമെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്. ഒരു കഴിവില്ലാത്ത ഞാൻ ഇതിൽ വന്നില്ല. ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആവാൻ പറ്റും.